ജർമ്മനിയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥ. അവിടുത്തെ ഗവർണറുടെ തൊപ്പിയുമായി ബന്ധപ്പെട്ട ഇതിവൃത്തമായിരുന്നു നാടകം. അദ്ദേഹത്തിൻ്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ ഈ പട്ടണത്തിൽ കൊണ്ടുപോയിട്ട് ഒരു തൊപ്പി തൂക്കും. അപ്പോൾ ആ തൊപ്പി അയാളെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ തൊപ്പിയെയും ബഹുമാനിക്കുക. അത് തൊപ്പിയെ ബഹുമാനിക്കാത്തവർ അതിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ പട്ടാളക്കാർ ചിങ്കിടികൾ ഗവർണറുടെ ചുവട്ടിലെത്തി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ തിരച്ഛേദം നടത്തുകയോ അല്ലെങ്കിൽ അവനെ കൊല്ലുകയോ അല്ലെങ്കിൽ അവനെ വകവരുത്തുകയോ ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ഇതിവൃത്തം. കഥയിൽ ഗവർണർ എന്ന് വന്നതോടെ ചിലർക്ക് സംശയമായി. അധികാരികളെ സമീപിച്ചു. ഇനി ഇവിടുത്തെ ഗവർണറെ പറ്റിയാണോ എന്ന സംശയം കലശലായി. അതോടെ നാടകം വേദിക്ക് പുറത്തായി. ഗവർണർ ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗവർണറെയാണ്. ആര് ഇപ്പോൾ ഈ സബ് കളക്ടർ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ പറയണത്. അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് പാടില്ല. അത് അവർ കണ്ടിട്ട് പോലും ഇല്ല. ഞങ്ങൾ സ്ക്രിപ്റ്റ് കൊണ്ടേ കൊടുത്ത് ഒന്ന് ഓടിച്ച് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അവർ കണ്ടിട്ടാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാണാത്തൊരു സംഭവം BJP-യുടെ ഒരു മണ്ഡലം സെക്രട്ടറി ഒരു ലെറ്റർ കൊടുത്തെന്ന് പറഞ്ഞ് ഇത്ര കോലാഹലം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വിലക്കിനെതിരെ നാടകം നടക്കാനുള്ള വേദിക്ക് സമീപം നാടകപ്രേമികൾ പ്രതിഷേധിച്ചു. മറ്റൊരു വേദിയിൽ നാടകം അവതരിപ്പിക്കുമെന്നും നാടകപ്രവർത്തകരുടെ കൂട്ടായ്മ നാടക് അറിയിച്ചു. BJP നേതാവ് ശിവകുമാർ കമ്മത്ത് നൽകിയ പരാതിയിലാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് K. മീര ഗവർണറും തൊപ്പിയും എന്ന നാടകത്തിന് വിലക്കേർപ്പെടുത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.